കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും പോകേണ്ടവർ പോകും. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? സാഹചര്യം ഇതും തീർന്നില്ല, അതിന് മുന്നേ അറേഞ്ച് മാരേജ്. അതെന്താ ലവ് മാരേജിന് കുഴപ്പം? അറേഞ്ച് മാരേജിനോട് താല്പര്യമില്ല. ഹായ്, വെൽക്കം ടു DP സൗത്ത് സ്റ്റോറി. അറേഞ്ച്ഡ് മാരേജ് ആണ് നല്ലത് എന്ന് പറയുന്നു ഒരു പക്ഷം, അല്ല ലവ് മാരേജ് ആണ് നല്ലത് എന്ന് പറയുന്നു മറ്റൊരു പക്ഷം, എന്നാൽ വിവാഹമേ വേണ്ട എന്ന് പറയുന്നു ന്യൂനപക്ഷം. ലിവിങ് ടുഗദറിന് എന്താ പ്രശ്നം എന്നിങ്ങനെ പല പക്ഷം. ഇതിനെപ്പറ്റി നമുക്ക് ജനങ്ങളുടെ പെർസ്പെക്റ്റീവ് അറിഞ്ഞാലോ? ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? ലവ് മാരേജ് ഇഷ്ടമാണെങ്കിൽ കെട്ടിയിടുക, പക്ഷേ അവർ പിണങ്ങി പിരിയുക, മരിക്കുന്നവർ ഒരുമിച്ചിട്ടുണ്ട്. അറേഞ്ച് ആണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് കൊടുത്താലും ഇപ്പോൾ രണ്ടിലും ഉണ്ടല്ലോ, അപകടങ്ങൾ രണ്ടിലും ഉണ്ടല്ലോ. 100 പവൻ വിടുന്ന കുട്ടികൾക്കും തൂങ്ങി മരണമുണ്ട്, ആത്മഹത്യയുണ്ട്. ഈ ഒളിച്ചോടി പോകുന്നതിലും ഇതുമുണ്ട്. ഇത് രണ്ടും വ്യത്യാസമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല, രണ്ടും ഒരുപോലെയാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ലവ് മാരേജ് നല്ലതാണ്, തമ്മിൽ അറിയാനുള്ള അവസരം കിട്ടും. ലവ് മാരേജ് ആയിരിക്കും നല്ലത്. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? ചോദ്യം തീർന്നില്ല, അതിന് മുന്നേ അറേഞ്ച് മാരേജ്. ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആണ്. അതിപ്പോഴും അതാ ഞാൻ പറയാം, വർണ്ണ വ്യതിരങ്ങൾ ഒന്നും കൊടുക്കുക, ജാതി മത വർണ്ണ വ്യതിരങ്ങൾ ഒന്നും ഇല്ലാതെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മനസ്സ് കണ്ട് എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ച് കഴിഞ്ഞ് പരസ്പരം തുറന്ന് പറയുകയും സംസാരിക്കുകയും ചെയ്യണം. എന്നിട്ട് മാരേജ് പറഞ്ഞാൽ എന്താണ്? 2 സംസ്കാരം ജീവിക്കുന്നത്, 2 അടുക്കളയിൽ ആഹാരം കഴിച്ചിരിക്കുന്നത്, 2 രീതിയിൽ വരുന്നത്. ഇവർക്ക് രണ്ടും കൂടി അഡ്ജസ്റ്റ്മെൻറ്റാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റാണ്, പരസ്പരം. 2 പേരും വിട്ടുവീഴ്ചകൾ തയ്യാറായെങ്കിൽ മാത്രമേ വിവാഹം നടക്കൂ. കാരണം 2 പേരും 2 രീതി വന്നവർ ഇന്ന് ഒന്നാകുക. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റാണ് വേണ്ടത്. അവിടെ മറ്റ് ജാതി മതം ഒന്നുമല്ല, പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ വിവാഹം സക്സസ് ആവും. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? അറേഞ്ച് മാരേജ്. അതെന്താ ലവ് മാരേജിന് കുഴപ്പം? പക്ഷെ നമ്മൾ അതാകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ കണ്ട് പരിചയപ്പെട്ട് എന്നിട്ടാണ് ഉള്ളത്. പക്ഷെ ഇതാകുമ്പോഴത്തേക്ക് നമുക്കൊന്നും അറിഞ്ഞുകൂടാ, നമ്മൾ ചെന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പെൺകുട്ടികളുടെ വിവാഹ പ്രായം 18 അത് കൂട്ടണോ? ചിലർക്ക് പതുക്കെ കല്യാണം കഴിച്ചാൽ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ 18 വയസ്സിലെ കെട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. 18 വെച്ചിരുന്നാൽ മതി. പകരം വീട്ടുകാരെ പെൺകുട്ടികളെ കെട്ടാൻ എന്താ പറയുക, നിർബന്ധിക്കാത്ത രീതിയിലുള്ള അവയർനെസ് ഒക്കെ അവർക്ക് കൊടുത്താൽ മതി. ഓക്കെ, ആൺകുട്ടികളുടെ വിവാഹ പ്രായം കൂട്ടണോ? വേണ്ട, എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 21 തന്നെ കറക്റ്റായിട്ടുള്ള പ്രായമാണ്. കൂട്ടല്ലേ, ഇപ്പം ഉള്ളത് മതി. 18, 21 ഓക്കെയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പം സ്നേഹിച്ച് നടക്കുന്ന സമയത്ത് അവർ ലൈഫിനെ കുറിച്ച് ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഒരേപോലെ കൊണ്ടുപോകാൻ നോക്കണം. കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും പോകേണ്ടവർ പോകും. 18 വയസ്സാകുന്നതിന് മുമ്പ് എത്രയോ കുട്ടികൾ നമ്മൾ ദുഃഖങ്ങളിപ്പം കാണുന്നില്ലേ? അതുകൊണ്ട് കൂട്ടുന്നവനോട് കൂട്ടുന്നായാലും കൂട്ടിയിരുന്നാലും പോകേണ്ടവർ പോകുന്നതാണ്. പെൺകുട്ടികൾ കുറച്ചും കൂടി ഒരു 25 വെച്ച് അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, ആൺകുട്ടികൾക്ക് 21 മതി. 21 മതി എന്നല്ല, അവർക്ക് അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ വേണം. ഓക്കെ, ഇല്ല, പക്ഷേ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു 18 വയസ്സൊക്കെ ഉള്ളവർക്കല്ലേ, അവർക്ക് പോലും ഇപ്പോൾ മെച്യൂരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം കുറച്ച് സോഷ്യൽ മീഡിയ വഴിയും ഇപ്പം പ്രായം എന്താണേലും സ്വന്തമായിട്ടൊരു ജോലി 2 കൂട്ടർക്കും കാണുന്നു. അത്യാവശ്യം ഒരു മെച്യൂരിറ്റിയൊക്കെ വന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്. 18 വയസ്സ് എന്നിരിക്കുമ്പോൾ അപ്പോഴേ ഒരു മെച്യൂരിറ്റി വരുള്ളൂ. അത് പെൺകുട്ടികൾക്കായാലും പുരുഷന്മാർക്ക് ഒരു 25 കഴിയുന്നത് ഒരു ഏണിംഗ് മെമ്പർ ആകുക. കാരണം ഒരു ഇൻഡിപെൻഡൻറ്റ് ബൈദവേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് എനിക്ക് തന്നെ നിൽക്കാമെന്നൊരു ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിൻ്റാണ്. ഇത് 22 വയസ്സായാൽ നല്ലതാണ്. മെച്യൂരിറ്റി വേണം, മാനസികമായിട്ട് മെച്യൂരിറ്റി വേണം. ശരീരം മാത്രം അല്ലല്ലോ, മനസ്സുകൊണ്ട് മെച്യൂരിറ്റി. ആ മനസ്സാണ് തമ്മിൽ ചേരേണ്ടത്. ആ ചേരേണ്ട മനസ്സ് തമ്മിൽ മെച്യൂരിറ്റി വേണം. മെച്യൂരിറ്റി ഇല്ലാതെ വിവാഹം കഴിച്ചാൽ പല ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തർക്കം ഉണ്ടാവും. വീട്ടിനകത്ത് അസ്വസ്ഥതയാവും, സ്വസ്ഥത ഉണ്ടാവില്ല. പറയുകയാണെങ്കിൽ മെച്യൂരിറ്റി പ്രായത്തിനനുസരിച്ച് വരുന്നത് ഇപ്പോൾ കാണാറില്ല. മെച്യൂരിറ്റി ആവണ സമയത്ത് ഇപ്പോൾ ജോലി ഇല്ലാണ്ട് തന്നെ മാരേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 18 വയസ്സ് കഴിയുമ്പോഴത്തേക്കും മാരേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടൊരു എന്താ പറയുക ഇൻകം പോലും ഇല്ല. ഇപ്പോൾ നമ്മൾ ഫാമിലി എങ്ങനെ നോക്കണം നമുക്കറിയത്തില്ല.
ആ ഒരു സിറ്റുവേഷനിൽ മാരേജ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇല്ല. അപ്പോൾ നമുക്കൊരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ ചെയ്യുന്നതല്ലേ നല്ലതെന്നുള്ളൊരു തരത്തിൽ കൂട്ടണം. എത്രയാക്കണം? ഒരു 21 ഐ ഹോപ്പ് സോ. ഗേൾസിന് അവർ ലൈഫ് എൻജോയ് ചെയ്യട്ടെ. 21, 22 ആ റേഞ്ചിൽ വെച്ച് ചെയ്യട്ടെ. ഇപ്പോൾ ചെറുപ്പത്തിലെ പിടിച്ച് കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാനാ? കൂട്ടണം, ഇനിയും കൂട്ടണം. എത്രത്തോളം ആക്കണം? 20 വയസ്സാക്കണം. ആൺകുട്ടികളുടെ വിവാഹപ്രായം അത് ഒരു 22, 23 അത്രയാക്കണം. 25. ജനങ്ങളുടെ പെർസ്പെക്റ്റീവ്സ് കേട്ടല്ലോ. അറേഞ്ച് മാരേജ്, ലവ് മാരേജ്, നോ മാരേജ് ഓർ ലിവിങ് ടുഗദർ, എന്ത് തന്നെ ആണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് ചോയ്സസ്. ആ ചോയ്സസ് എടുക്കാനുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് അഞ്ജും സൈനിങ് ഓഫ്.